നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപ്രധാനമായ ഒരു ഇസ്രായേൽ സന്ദർശനം പൂർത്തിയായിരിക്കുന്നു. ഇസ്രായേൽ സന്ദർശനം നടത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. മാത്രവുമല്ല, ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ഇസ്രായേലിൽ എത്തുന്നത്. 1992 ഇസ്രായേലുമായി പൂർണ്ണമായ നയതന്ത്ര ബന്ധം ഇന്ത്യ സ്ഥാപിച്ചതിനു ശേഷം 2017 വരെ മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇസ്രായേൽ സന്ദർശിച്ചിട്ടില്ല എന്നും ഓർക്കണം. ഇസ്രായേൽ പാർലമെന്റായ കെനസറ്റിൽ മോദി പ്രസംഗം നടത്തിയെന്നതും ഈ യാത്രയെ വ്യത്യസ്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ കേളികൊട്ടുയർന്നിരുന്ന സന്ദർഭത്തിലാണ് മോദി ഇസ്രായേൽ സന്ദർശിച്ചത് എന്നത് തന്ത്രപ്രധാനമായ ഒരു നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രവുമല്ല, മോദി മടങ്ങി മണിക്കൂറുകൾക്കകം ഇസ്രായേൽ ഇറാനുമായി യുദ്ധം ആരംഭിച്ചു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ചില കൗതുകകരമായ കാര്യങ്ങളും നിരീക്ഷണങ്ങളും പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. ഇസ്രായേലിലെത്തിയ മോദിക്ക് വളരെ ഊഷ്മളമായ ഒരു വരവേൽപ്പാണ് ലഭിച്ചത്. ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രായേലിനെതിരായി നിലകൊള്ളുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നത് യഹൂദ ജനതയ്ക്കും ആ രാഷ്ട്രത്തിനും ആശ്വാസകരമായ ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഇസ്ലാം ടെററിസത്തിനെതിരെ ഒരേ മനസ്സോടെ പോരാടുന്ന രണ്ട് രാജ്യങ്ങൾ എന്നുള്ള നിലയിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. ഇസ്രായേൽ പാർലമെന്റിൽ മോദി ചെയ്ത പ്രസംഗത്തിന് ഇസ്രായേൽ എംപിമാരുടെ പ്രതികരണം തന്നെ ആവേശകരമായിരുന്നു. ഷാലോം, നമസ്തേ എന്നീ വാക്കുകളിലൂടെയാണ് അദ്ദേഹം തുടങ്ങിയത്. ലോകമെമ്പാടും യഹൂദർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ അവർക്ക് ഒരിക്കലും മതപരമായ വിവേചനം നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് മോദി എടുത്തു പറഞ്ഞു. 2000 വർഷത്തിലധികം പഴക്കമുള്ള ഭാരത യഹൂദ ബന്ധത്തെ വിവരിച്ചപ്പോൾ മോദി ബൈബിളിനെയും ഉദ്ധരിച്ചു. പഴയ നിയമത്തിലെ എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇന്ത്യയെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ബൈബിളിൽ ഇന്ത്യയുടെ പേര് ഹോദു എന്നാണ്. അഹശ്വേരോശ് രാജാവ് ഭരിച്ചിരുന്ന അതിവിശാലമായ സാമ്രാജ്യത്തിൽ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വ്യാപിച്ചു കിടന്നിരുന്ന 127 സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. അതായത് ബൈബിൾ കാലഘട്ടത്തിൽ തന്നെ ഭാരതം ലോക ഭൂപടത്തിൽ എത്രമാത്രം പ്രാധാന്യത്തോടെ ഉണ്ടായിരുന്നു എന്ന് മോദി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ബൈബിൾ വാക്യത്തെ അദ്ദേഹം കൂട്ടുപിടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സത്യത്തിൽ ശലോമോൻ രാജാവിന്റെ കാലം മുതൽ ഇന്ത്യയും ഇസ്രായേലുമായി വ്യാപാരമെന്നുമുണ്ടെന്ന് ബൈബിൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സ്വർണവും വെള്ളിയും മയിലും കുരങ്ങും ആനക്കൊമ്പ് തുടങ്ങിയവയൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കപ്പൽ മാർഗം എത്തിച്ചിരുന്നു. ഇന്ന് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിലും വ്യാപാരം തന്നെയാണ് മുഖ്യം. ആനക്കൊമ്പിനും മയിലിനും ഒക്കെ പകരം അത്യാധുനിക സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെയാണ് ചരക്കുകൾ എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പുരാതന കാലത്ത് സ്വർണവും വെള്ളിയും മയിലും കുരങ്ങും കപ്പൽ മാർഗം എത്തിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 രാജാക്കന്മാർ 10:22 ഇതിൽ മയിലിനെ സൂചിപ്പിക്കുന്ന തൂഖി എന്ന വാക്കും ആനക്കൊമ്പിനെ സൂചിപ്പിക്കുന്ന ഷെൻ ഹബീം എന്ന ഹീബ്രു വാക്കും തമിഴ് സംസ്കൃത ഭാഷകളുമായി വലിയ സാമ്യമുണ്ട്. അതുകൂടാതെ ഒഫീർ എന്ന സ്ഥലത്ത് നിന്നാണ് മേത്തരമായ സ്വർണം ഇസ്രായേലിലേക്ക് എത്തിയിരുന്നത്. അത് നമ്മുടെ കേരളത്തിലെ പൂവാർ എന്നുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ആ തീരപ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നുമുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേലിലേക്ക് നിരന്തരമായി കപ്പലുകൾ സഞ്ചരിച്ചിരുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. അത് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. ബൈബിളിലെ അന്ത്യകാല പ്രവചനങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് എന്നൊന്ന് അന്വേഷിക്കുന്നതും കൗതുകകരമാണ്. എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ ഇസ്രായേലിനെതിരെ ഒരു വലിയ സഖ്യം ആക്രമണത്തിന് വരുമെന്നും മറ്റാരും അവരെ സഹായിക്കുവാൻ ഉണ്ടാകുകയില്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ശത്രുപക്ഷത്ത് ഇന്ത്യയുടെ പേരില്ല. മറിച്ച് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് കരുത്തേകുന്ന ഒരു പങ്കാളിയായിട്ടാണ് ഇന്ന് ഇന്ത്യ നിലകൊള്ളുന്നത്. ഇസ്രായേലിനെ ലോകം ഒറ്റപ്പെടുത്തുമ്പോഴും അവർക്കൊപ്പം നിലനിൽക്കുന്ന ഇന്ത്യ എന്നുള്ളത് പ്രവചന വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒരു ചർച്ചയായ വിഷയമായി മാറിയിട്ടുമുണ്ട്. ഇന്ന് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഭാരതവും ഇസ്രായേലും ഒന്നിച്ചു നിൽക്കുന്നു. ഒക്ടോബർ 7 ഭീകരാക്രമണത്തെ ഭാരതം ശക്തമായി അപലപിച്ചു. പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃഷി എന്നീ മേഖലകളിൽ കൈകോർക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരവുമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ബെനെ മെനാഷെ വിഭാഗം സ്വന്തം ദേശമായ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്.
ബൈബിളിലെ ചിതറിപ്പോയവർ മടങ്ങി വരുമെന്ന പ്രവചന നിവൃത്തി ആയി ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2026 ഇസ്രായേൽ സന്ദർശനം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പുതിയ ഒരു അധ്യായമാണ് തുറന്നിരിക്കുന്നത്. ബൈബിളിലെ ഹിന്ദുദേശം എന്ന പരാമർശവും ശലോമൻ രാജാവിന്റെ കാലം മുതലുള്ള ആ ബന്ധവും ആധുനിക കാലത്തെ പ്രതിരോധ സഹകരണം വരെ നീളുന്ന ഒരു വലിയ ബന്ധത്തിന്റെ രണ്ടറ്റമായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. ചരിത്രപരമായ സത്യവും ദൈവശാസ്ത്രപരമായ ശ്രദ്ധേയമായ ഒരു കാര്യവുമായി ഇത് മാറുന്നു. യഹൂദ സമൂഹത്തിന് ഭാരതം നൽകിയ അഭയവും ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് ഇന്ന് ഇസ്രായേൽ നൽകുന്ന പിന്തുണയും ഈ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ല. അന്ത്യകാല പ്രവചനങ്ങളിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ഒരു പ്രധാന ജനാധിപത്യ രാജ്യമായി ഭാരതം മാറുന്നത് ലോകക്രമത്തിൽ പുതിയൊരു മാറ്റത്തിന്റെ സൂചനയായും മാറിയേക്കാം. രാഷ്ട്രീയത്തിനും വ്യാപാരത്തിനും അപ്പുറം വേദപുസ്തക പ്രവചനങ്ങളുടെ നിറവേറലിൽ നമ്മളുടെ രാജ്യം ആരോടൊപ്പം എന്നുള്ളത് കാണുവാൻ കൗതുകത്തോടെ നമുക്കും കാത്തിരിക്കാം.